ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ വേറൊരു രൂപമാണ് ലഡ്ഡു ഗോപാൽ. നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഈ ലഡ്ഡു ഗോപാൽ വിഗ്രഹം കാണാൻ സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ വേറൊരു അവതാരമാണത്. ഇന്ന് നമുക്ക് ഒരു കൃഷ്ണ ഭക്തയുടെ കഥ കേൾക്കാം. അവരെ ആരാധിച്ചിരുന്നത് ലഡ്ഡു ഗോപാൽ എന്നുള്ള കൃഷ്ണ വിഗ്രഹത്തെ ആയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഇവർ ഇന്നും തൻ്റെ ലഡ്ഡു ഗോപാൽ എന്നുള്ള ആ കണ്ണൻ്റെ വിഗ്രഹത്തിനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മുത്തുമാലകളും കല്ലുമാലകളൊക്കെ കൊണ്ടിങ്ങനെ അണിയിപ്പിച്ച് പുഷ്പങ്ങൾ പറിച്ചു കൊണ്ട് പൂജിക്കും. വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് കണ്ണന് നീതിക്കും. ചെറുപ്പം മുതലേ ഈ കൃഷ്ണനെ ആരാധിക്കുമായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കും രാത്രിയും കണ്ണനെ പാട്ടുപാടിയിട്ട് ഉറക്കും. തൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം കണ്ണനുമായിട്ട് പങ്കുവയ്ക്കും. ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ച് കഴിഞ്ഞു വന്ന പെൺകുട്ടിയായിരുന്നു. അങ്ങനെ വിവാഹപ്രായം എത്തിയതോടുകൂടി അനുയോജ്യനായ വരനെ കണ്ടുപിടിച്ചിട്ട് മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചു. വിവാഹിതരായി ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോഴും സാധാരണ ആ നാട്ടിലൊക്കെ പെൺമക്കൾ ഈ ലഡ്ഡുഗോപാലൻ്റെ വിഗ്രഹം കൊണ്ടുപോകുമായിരുന്നു. അവർ കൊടുത്തുവിടുന്ന പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരും അവരുടെ പ്രിയനായ ലഡ്ഡുഗോപാലിനെയും കൊണ്ടാണ് ഭർത്തൃ വീട്ടിലേക്ക് പോണത്. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി അവിടെയും പതിവൊന്നും തെറ്റിക്കാണ്ട് കണ്ണനെ കുളിപ്പിച്ചും ഒരുക്കിയും പൂജിച്ചും നിവേദിച്ചും അങ്ങനെ കഴിഞ്ഞു പോന്നു. കണ്ണന് വേണ്ടി പാട്ടുപാടും. ആ വീട്ടിലുള്ളവരും വൈഷ്ണവ ഭക്തരായതുകൊണ്ട് അവർക്കും ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവരും അംഗീകരിച്ച് വന്നിരുന്നു. അങ്ങനെ കാലം കഴിഞ്ഞു. അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായി, പ്രാരാബ്ദവും ജോലിയൊക്കെ ആയി. എങ്കിലും ഈ ഒരു ദിനചര്യയ്ക്ക് അവർ ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല. അങ്ങനെ അവരുടെ മക്കളൊക്കെ വിവാഹിതരായി. മകൻ കല്യാണം കഴിച്ചിട്ട് പുത്രവധുവായിട്ട് വന്ന പെൺകുട്ടിക്ക് അമ്മയുടെ ഈ ഭക്തി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആ അമ്മ താങ്ങും തണലുമായിട്ടായിരുന്നു ഈ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ അമ്മയ്ക്ക് ഉണ്ണിക്കണ്ണൻ ഒരു വിഗ്രഹമായിരുന്നില്ല, തൻ്റെ തന്നെ ഒരു കുട്ടിയായിട്ടായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ അമ്മയ്ക്ക് വയസ്സായി, കാലം കടന്നുപോയി, വയസ്സായി, വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അങ്ങനെ കണ്ണനെ വേണ്ട വിധത്തിൽ പരിചരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ പുത്രവധുവിൻ്റെ അടുത്താണ് പറയാറ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ അങ്ങനെ കിടക്കുമ്പോൾ ചോദിക്കും, മോളെ കണ്ണനെ കുളിപ്പിച്ചോ ചോദിക്കും. ഇല്ലേ അമ്മ, എൻ്റെ കൈ ഒഴിഞ്ഞാൽ ഞാൻ കുളിപ്പിക്കാമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആദ്യമാവും, അയ്യോ എൻ്റെ കണ്ണന് വിശക്കുന്നുണ്ടാവുമല്ലോ, കുളിപ്പിച്ചിട്ട് വേണ്ട എന്തെങ്കിലും കൊടുക്കാൻ, ഒന്ന് കൊടുക്കൂ പറയും. അപ്പോൾ ആ പുത്രവധു പറയും, അമ്മയ്ക്ക് എന്താ, അതൊരു വിഗ്രഹമല്ലേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. വിഗ്രഹമോ, എന്താ മോളെ പറയണത്, അതെൻ്റെ ഉണ്ണിക്കണ്ണനാണ്, ഉണ്ണിഗോപാലനാണ്, വേഗം കുളിപ്പിച്ചിട്ട് കണ്ണൻ ആഹാരം നൽകൂ. അത് അങ്ങനെ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആ പെൺകുട്ടിയെ പുത്രവധുവിന് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല ഇങ്ങനെയൊന്നും പറയുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിച്ച് ചോദിക്കും, ആ നേരം ആകുമ്പോൾ മോളെ കണ്ണൻ്റെ വസ്ത്രം മാറ്റിയോ? അപ്പോൾ ഇല്ല, ഞാൻ മറന്നുപോയി, ഇപ്പോൾ മാറ്റാമെന്ന് പറയും. അങ്ങനെ ഈ അമ്മയുടെ ഒരു കാര്യം വയസ്സുകാലത്ത് അടങ്ങിക്കിടക്കുന്നതിന് വരെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയെന്ന് തിരിച്ച മരുമകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ ആ അമ്മ അവരോടൊന്നും ചോദിക്കാണ്ടേയി. കാരണം എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചിട്ട് ഇപ്പോൾ ഇത് ചെയ്യണതിൽ ഒരർത്ഥമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം കണ്ണനോട് ഇങ്ങനെ മനസ്സിൽ സംസാരിക്കാറുണ്ട്. കണ്ണൻ കഴിച്ചുവോ, കണ്ണന് കുഞ്ഞിവയറ് നിറഞ്ഞുവോ, കണ്ണ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കണ്ണനോട് സംസാരിക്കാൻ തുടങ്ങി മനസ്സിൽ. അങ്ങനെ ഒരു ദിവസം ആ പുത്രവധുവിൻ്റെ കയ്യിൽ നിന്നിട്ട് ആ കൃഷ്ണവിഗ്രഹം അറിയാണ്ട് നിലത്ത് വീണു. ശബ്ദം കേട്ട് അമ്മ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു, വിഗ്രഹം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും അമ്മ ഉറക്കെ കരയാൻ തുടങ്ങി. ഇത് കണ്ട് പുത്രവധു ആ കൃഷ്ണവിഗ്രഹം എടുത്തു കൊണ്ടുവന്ന് പറഞ്ഞു, അമ്മയെ കുഴപ്പമില്ല, ഇതിനൊന്നും പറ്റിയിട്ടില്ല, നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറയണ, അമ്മയ്ക്ക് ഒട്ടും സമാധാനമായിട്ടില്ല. അല്ല എൻ്റെ കണ്ണന് എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കൂ, ഒരുപാട് വേദനിക്കുന്നുണ്ട്, പാവം, എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്ത് ഭ്രാന്താണ് ഈ പറയണത്, ഈ ലോകവിഗ്രഹത്തിന് ഡോക്ടറെ കാണിക്കാൻ സാധിക്കുമോ ചോദിച്ചു. പക്ഷെ അതൊന്നും ആ അമ്മ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അമ്മ വാശി പിടിച്ചിരിക്കുക, ഡോക്ടറെ കാണിക്കണം, കണ്ണൻ എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ കണ്ണൻ്റെ കൈകാലുകളൊക്കെ തടവി വിതുമ്പി കരഞ്ഞുകൊണ്ട് ആരെങ്കിലും പോയിട്ട് ഡോക്ടറെ വിളിക്കുമെന്ന് പറയുക. എന്തായാലും മകനും അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അങ്ങനെ മകൻ അമ്മയുടെ വാക്കുകളും കേട്ടിട്ട് എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറിലെ വയസ്സായ അമ്മയല്ലേ, വിഷമിപ്പിക്കേണ്ട, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ വീട്ടിലേക്ക് വന്നു. ആ ഡോക്ടർ അമ്മയുടെ ചോദിക്കുകയാണ്, അമ്മ എന്ത് പറ്റി, കണ്ണൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. എൻ്റെ കണ്ണൻ വീണു മോനെ, കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, വേദന കടിച്ചമർത്തണത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആ വിഗ്രഹം വാങ്ങി നോക്കി. എന്നിട്ട് അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വിഗ്രഹം തിരിച്ചു കൊടുത്തു, തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട്. പക്ഷേ എല്ലാവരും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയണത്. പക്ഷേ എൻ്റെ കണ്ണന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, നീ ആ സ്റ്റെതസ്കോപ്പ് ഒന്ന് വെച്ച് നോക്കൂ മോനെ എന്ന് പറയുകയാണ്. അപ്പോൾ ആ അമ്മയുടെ നിഷ്കളങ്കായിട്ടുള്ള സംസാരം കേട്ടിട്ട് ഡോക്ടർ ആ അമ്മയുടെ കവിളിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഓക്കെ ഞാൻ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട്
സ്റ്റെതസ്കോപ്പ് വിഗ്രഹത്തിൻ്റെ നെഞ്ചിൽ വെച്ചതും പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചു പോയി ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതുകൊണ്ട് മകനും ഭാര്യയ്ക്ക് അത്ഭുതത്തോടെ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അമ്മയും ചോദിച്ചു, എന്തെങ്കിലും പറ്റിയോ എൻ്റെ ഉണ്ണിക്ക്? ഡോക്ടർക്കൊന്നും വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. അങ്ങനെ കണ്ണീരിങ്ങനെ വരികയാണ്. അദ്ദേഹം വേഗം അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഒന്നും മനസ്സിലാകാണ്ട് എന്ന മകനും ഭാര്യയൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ വേഗം ആ മകൻ്റെയും ഭാര്യയുടെയും അതിൽ സ്റ്റെതസ്കോപ്പ് ചേർത്ത് വെച്ചു കൊടുത്തു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ ഒരു മനുഷ്യൻ്റേത് പോലുള്ള ഹൃദയമിടിപ്പാണ് ആ സ്റ്റെതസ്കോപ്പിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നത്. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, അമ്മയുടെ കണ്ണന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ, ഒരിക്കലും ഒന്നും പറ്റിയില്ല. അമ്മ ഉണ്ണിക്കണ്ണനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. അമ്മയ്ക്ക് ഭഗവാനിലുണ്ടായ ദൃഢമായ ഭക്തി കൊണ്ട് കണ്ണൻ അവരുടെ സങ്കല്പത്തിനനുസരിച്ചാണ് വിഗ്രഹത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട് വന്നിരുന്നത്. ദൃഢമായ ഭക്തിയോടെ ഏത് രൂപത്തിൽ ഭഗവാനെ വിളിച്ചാലും രൂപത്തിൽ നമ്മളിൽ ഒരാളായിട്ട് ഒന്നും നോക്കാണ്ട്, പ്രായമോ വർണ്ണമോ സമ്പത്തോ ഒന്നും നോക്കാണ്ട് നമ്മുടെ അടുത്തേക്ക് ആ കണ്ണൻ ഓടിയെത്തും.